ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ തന്നെ നമ്മളൊരു ഫുൾ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇന്നുള്ളത് ഹൗസ് ഓഫ് വിസിറ്റിലാണ്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ്. എനിക്ക് ക്ലാസ്സൊക്കെ ഉണ്ട്, നമുക്ക് എക്സാമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഹൗസ് ഓഫ് വിസിറ്റിലാണ് ഇടയ്ക്ക് വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാറ്. നല്ലൊരു പ്ലേസ് ഉണ്ട് ഷാർജയുള്ള. അപ്പോൾ ഞങ്ങളതിൻ്റെ ഗാർഡനിലാണ് നിൽക്കുന്നത്. കുറച്ച് വ്യൂസ് കാണിച്ചിട്ടെ. ഇപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ വ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കാണാൻ കുറേ സ്ഥലം കൂടി ഉണ്ട്. ഞങ്ങൾ ഗാർഡനിൽ വന്ന വീട് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഗാർഡൻ്റെ പുറത്ത് ഈ റീഡിങ് ഏരിയയാണ്. ഫുള്ള് സൈലൻസാണ്. അപ്പോൾ നമുക്ക് അധികം സൗണ്ടിലൊന്നും സംസാരിക്കാൻ പറ്റില്ല. ബാക്കിയൊക്കെ ഞാൻ മ്യൂസിക്കൊക്കെ വെച്ച് എന്താ പറയുക ഓരോ സ്ഥലങ്ങൾ കാണിച്ചത് കേട്ടോ. Doesn't even matter. I tried so hard and got so far, but in the end, it doesn't even matter. I had to fall to lose it all, but in the end, it doesn't even matter. പൈസ എല്ലാവർക്കും സ്പോട്ട് മനസ്സിലായിട്ടുണ്ടാവുന്ന ഇരിക്കുന്നത് ഹൗസ് ഓഫ് വിസിറ്റ് ഷാർജ എയർപോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കൂപ്പയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് റൺവേക്ക് ടച്ച് ചെയ്യണതും പോകുന്നതും നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഒരു സംഭവമില്ലാണ്ട് നമുക്ക് എവിടെ ഇരുന്നിട്ട് തന്നെ കാണാം. ഡയറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഹൗസ് ഓഫ് വിസിറ്റ് ഉള്ളത്. നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഇനി വീഡിയോസ് ഉണ്ടാവും, നമുക്ക് പല വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ വീഡിയോയിലും കാണാം കേട്ടോ. ബൈ ഗൈസ്. നമ്മളപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ എവരിഡേ സെൻറ്ററിലാണ്. പിന്നെ മെയിനായിട്ട് എനിക്ക് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോസ് അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്താൽ പറ്റിയെന്ന് വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, എക്സാം ഉണ്ട്, പിന്നെ കുറേ കാര്യങ്ങൾക്ക് ഇടയിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായ സമയം എടുക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെ ടീമിനെ ഞങ്ങൾ ഫുള്ളായിട്ട് പരിചയപ്പെട്ടിട്ടില്ല. നമ്മുടെ ടീമിനൊന്ന് കാണിച്ചു തന്നാലോ ഗൈസ്. ഇതാണ് നമ്മുടെ ടീം. ദയാൻ, സെര അഥവാ ദൂദു അഥവാ ദിയു, ജഹ അഥവാ ലബി,
ദാന അഥവാ ദാന തന്നെ അല്ലെങ്കിൽ ലൂനു. പിന്നെ എൻ്റെ നിക്നെയിം എന്താ വെച്ചാൽ എന്താ അല്ലെങ്കിൽ ബിയ. കുറേ നിക്നെയിംസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്നും മൊത്തം കറങ്ങി കണ്ടാലോ. അപ്പോൾ എൻ്റെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ജഹറ ഉണ്ട്, പിന്നെ ദാന ഉണ്ട്, ബിയുടാ. ആ അപ്പോൾ ബാക്കി എല്ലാവരും അവരുടെ കൂടെ പോവാണ്. ഞാനും ദാനും സത്യം പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല എക്സ്പ്ലോർ ചെയ്യാൻ ആർക്കും താല്പര്യമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും കറങ്ങിയിട്ട് വന്നതാണ് ഗൈസ്. പിന്നെ നമ്മൾ എപ്പോഴും സംസാരിച്ചിട്ട് വീഡിയോ എടുക്കണമെന്നില്ല. നമ്മൾ ഓരോരുത്തർ നമ്മൾ ഉള്ളിൽ കൂടെ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാം നല്ല സെറ്റാക്കി ചെയ്യും ഗൈസ്. ഞാൻ നിങ്ങളിപ്പോൾ എവരിഡേയുടെ ഒരു അടിപൊളി വ്യൂ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോകാം. പോയാലോ? I tried so hard and got so far, but in the end it doesn't even matter. I had to fall to lose it all, but in the end it doesn't even matter. I tried so hard and got so far, but in the end doesn't even matter. I had to fall to lose it all, but in the end it doesn't even matter. ഗൈസ് വ്യൂ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇവിടുത്തെ കുറച്ച് നല്ല ഐറ്റംസും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസൊക്കെ കാണിച്ചു തരാം. എനിക്കങ്ങനെ എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ എന്തായാലും മാക്സിമം പറ്റുന്നത് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് പ്രൈസുകൾ കണ്ടല്ലോ. ഇപ്പോൾ പ്രൈസ് റേറ്റും അങ്ങനത്തെ കുറച്ച് പരിപാടികൾ കണ്ടല്ലോ. മെയിനായിട്ട് എവരിഡേ പ്രത്യേകത എന്താ പറയുക? എവരിഡേ ഒരു സ്പെഷ്യൽ ഐറ്റംസ് വരും, പ്രൈസസ് ചേഞ്ച് ആവും. പ്രൈസസ് ചേഞ്ച് ആവുമെന്ന് വെച്ചാൽ അയ്യാവില്ല കേട്ടോ. പുതിയ ഐറ്റംസ് വന്ന് ലോ പ്രൈസിന് എന്ന് വെച്ചാൽ ഷാർജയിൽ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് കിട്ടുന്ന ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് അറിയാം. ഞാൻ ഏകദേശം ഒരു 5 years ആയിട്ട് എനിക്ക് എവരിഡേ സെൻറ്റർ അറിയാം. അത്രയും ക്വാളിറ്റി പ്രോഡക്റ്റ്സും അതെ ഭയങ്കര ചീപ്പാണ്. അപ്പോൾ നല്ല ചീപ്പായിട്ട് ഗിഫ്റ്റ് സെൻറ്റർ ഷാപ്പിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എവരിഡേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എവരിഡേ ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി വേറെ പ്ലാൻ ഉണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും പോണ വഴിക്ക് കാണാം. അഥവാ ഇത് എൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു എൻഡിങ് മെസ്സേജും തരും. കാണാം ഗൈസ്. നമ്മളെ വ്ളോഗ് എൻഡ് ചെയ്യാനുള്ള ടൈമായി. ബട്ട് ഞങ്ങൾ ഗ്രാൻഡ് മോൾ തിരികെയാണ്. അപ്പോൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ നേരിച്ചിട്ടാണ്. അപ്പം ഞാനും ഗ്രാൻഡ് മമ്മി മീൻസ് ഉമ്മമ്മയും ലഭ്യ വണ്ടിയിലാണ്. എന്താ കാരണമെന്ന് പറഞ്ഞാൽ ലഭ്യക്ക് നാളെ IT എക്സാം ആണ് ഗൈസ്. പാവം കുത്തിയിരുന്ന് പഠിക്കുക, മര്യാദക്ക് പഠിക്കില്ല, അതുകൊണ്ടാണ് ഈ അവസ്ഥ. പുറത്തിറങ്ങാൻ തോന്നി. എനിക്ക് മാത്സ് എക്സാം ആയിരുന്നു. കിട്ടിയില്ല. അല്ല കിട്ടി പക്ഷെ രാത്രി എത്ര 4 മണിക്കാണ് ഞാൻ കിടുന്നത്. അല്ല 3:15 കിടന്നത്. 3 മണി വരെ ഇരുന്ന് പഠിച്ചു. എത്ര മണി മുതൽ 8 മണി മുതൽ 3 മണിയോടെ ഫുള്ള് പഠിപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാത്സ് എക്സാം ആയിരുന്നു. പിന്നെ ചില എക്സാമുകളുണ്ട്. ഇച്ചിരി ടെൻഷൻ ഞങ്ങളിപ്പോൾ എക്സാമുകളൊക്കെ മിക്കതും കഴിഞ്ഞ്. പക്ഷേ എനിക്ക് എക്സാം ഉണ്ട്. പക്ഷെ എങ്കിലും ഉള്ള എക്സാംസ് ഒക്കെ ഇവരുടെ ക്ലാസ് പോലെ തന്നെ നമുക്ക് ഹയർ ഗ്രേഡ്സ് ഇവരുടെ ആണെങ്കിലും നമുക്കും ഏകദേശം സിമിലർ ഇത് ചാപ്റ്റേഴ്സൊക്കെ സെയിം ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് അവർ. പക്ഷെ കുറച്ച് ടഫ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ത് ചെയ്യാണ്? ബൈ.